ഹലോ എവരിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വൈറ്റ്ലയിലെ വാട്ടർ മെട്രോ ഒന്ന് സന്ദർശിക്കുവാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ മൊബിലിറ്റി ഹബിലെ എക്സിറ്റാണ്. ഇതിലൂടെ നമ്മൾ കടന്നകത്തോട്ട് വരികയാണ്. ഇവിടെ നമുക്കറിയാം കൊച്ചിയുടെ ഒരു അഭിമാനമായ പ്രോജക്റ്റാണ് വാട്ടർ മെട്രോ. ഇതിൽ വാട്ടർ മെട്രോയുടെ ഇവിടുത്തെ ഓഫീസാണ് ഈ കാണുന്നത്. ഈ ഓഫീസിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാം, ഇപ്പം കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് ഇത്. ഈ വാട്ടർ മെട്രോ ഏകദേശം കൊച്ചിയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് ഫെറികൾ നമ്മുടെ ഹൈക്കോടതിയുടെ അവിടെയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വൈറ്റ്ലയിൽ നിന്നും നേരെ കാക്കനാടിലേക്കാണ്. ഇവിടെ നിന്ന് മെയിനായിട്ടും ഉള്ള യാത്ര നടക്കുന്നത് കാക്കനാടിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒന്നിൽ കയറുക എന്നുള്ളതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻട്രൻസ് ഒരു കോറിഡോറിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ അവസാനമാണ് അതിൻ്റെ പ്രവേശന കവാടമുള്ളത്. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. ഇവിടെ കുറച്ച് പേരെ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ്. മെയിൻ എൻട്രൻസിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ ഓഫീസാണ് ആദ്യം കാണുന്നത്. ഇതിവിടെ മറ്റ് കാര്യങ്ങളെല്ലാം എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് അവിടുത്തെ സർവീസ് നടത്തുന്നത്, മറ്റ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കപ്പാസിറ്റി എത്രയാണ്, റേറ്റ് എത്രയാണ് എന്നിവയെല്ലാം ഓരോ സ്റ്റോപ്പിനനുസരിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാക്കനാടേക്ക് മാത്രമേ ഇവിടുന്ന് സർവീസ് നടത്തുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ഫിക്സഡ് റേറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് അവിടെ എഴുതി എല്ലാം വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം ശരിക്കും കൊച്ചി മെട്രോ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും അതിൻ്റെ സിസ്റ്റം എല്ലാം നമുക്ക് കൊച്ചി മെട്രോ പോലെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയക്രമങ്ങളൊക്കെ താൽക്കാലികമായ നിലവിലുള്ളതെല്ലാം നമുക്കിപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിനായിട്ട് ഞാനങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇത് നമ്മുടെ മെട്രോയുടെ നമ്മുടെ മെട്രോയുടെ പാളമാണ് കാണുന്നത്. ഇത് കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ്. സൂമാകുന്നില്ല. സൂം ചെയ്യുക മകനെ, സൂമാവട്ടെ. ഇല്ല, സമ്മതിക്കില്ല, സൂമാകുന്നില്ല. ഫോണുകൾ ചില ക്രിയകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂമാവട്ടെ എന്ന് നോക്കുകയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ രൂപം. ഏകദേശം സൂമിലോട്ട് വരട്ടെ. നമ്മൾ യാത്ര ചെയ്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് കൃത്യമായി കിട്ടുന്നില്ല. എങ്കിലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇതാ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ശരിക്കും ആക്സിസ് ബാങ്കിൻ്റെ സ്പോൺസേർഡ് ഷിപ്പിൽ ഉള്ള നമ്മുടെ വാട്ടർ മെട്രോയുടെ കാർഡ്. ഇത് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റാണിത്. കാക്കനാട് എന്നിട്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് വേണം തിരിച്ചു വരുവാനായിട്ടുള്ളത്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സാധാ മെട്രോ പോലെ തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കാക്കനാട് വരെ ഉള്ളൂ എങ്കിലും ഭാവിയിലേക്ക് ഫോർട്ട് കൊച്ചി പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കാനുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പ്രവേശനം നടത്താൻ ആ ടിക്കറ്റ് എടുത്തോടെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. കുറേ പേർ ഇപ്പോൾ അകത്ത് കയറിയിരിപ്പുണ്ട്. നമുക്ക് അതിലെ ചെന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാ മെട്രോയിലുള്ള പോലെ തന്നെ ഇതിലെയും നമുക്ക് കാർഡ് കാണിച്ച് അവിടെ ചേച്ചി നമ്മളെ സഹായിക്കാൻ വന്നു. ആ ചേച്ചി അവിടെ നമ്മൾ ബാർകോഡ് കാണിച്ച് നമ്മളവിടെ കടന്നു പോകാവുന്നതാണ്. ആ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെയും പോയി ഇറങ്ങണമെങ്കിൽ അത് ആവശ്യമാണ്. സാധാ മെട്രോയിൽ പോയി ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് അവിടെയും നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഏകദേശം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതൊക്കെ പ്രപ്പോസ്ഡായിട്ടുള്ള ചില പ്രോജക്റ്റുകളൊക്കെയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകളിലൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന തൈക്കൂടം, വൈറ്റ്ല, ഏരൂര്, കാക്കനാട്, ഇൻഫോ പാർക്ക് ഇതിൻ്റെ ഭാഗത്ത് വൈറ്റ്ല തൊട്ട് നമ്മൾ പോകുന്നത് കാക്കനാട് വരെയുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഫോ പാർക്ക് വരെ എത്തേണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടുകൾ സർവീസൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട പണികളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു രൂപം വാട്ടർ മെട്രോ പൂർണ്ണമായിട്ടും സജ്ജമാകുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതുപോലെ വരും. നമ്മുടെ ഏകദേശം രൂപം ഇങ്ങനെയായിരിക്കാം. ഏകദേശം കേരളത്തിൻ്റെ ഒരു വലിയ അഭിമാന പ്രോജക്റ്റായിട്ടുള്ള ഒരു വാട്ടർ മെട്രോ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടാവട്ടെ എന്നുള്ള വെച്ചുകൊണ്ട് നമുക്ക്
മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇവിടെയാണ് പുതിയ റൂട്ടുകൾ പല കളർ അവിടെ ചിത്രത്തെ കാണിച്ചിരിക്കുന്ന പോലെ പല കളർ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ റൂട്ടുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എല്ലാം വലിയൊരു പ്രൊഫഷണൽ വേയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ വന്ന് കാക്കനാട് നിന്ന് വന്ന് വൈദ്യയിൽ ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പല യാത്രക്കാരും ആവശ്യമുള്ളവരും ടൂറിനായി പോകുന്നവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അവരിറങ്ങിപ്പോയത് കൊണ്ട് നമുക്ക് കയറുവാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഡയറക്ഷൻസ് എല്ലാം ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ പ്രവേശനം നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ ലൈനായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇതിന് യാത്ര ചെയ്യേണ്ടത്. എല്ലാവരും വളരെ അനുസരണയുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വാട്ടർ മെട്രോ കിടക്കുന്നത്. മെട്രോയുടെ ഭാഗമായ ഫെറി കിടക്കുന്നത്. ബാറ്ററിയിലാണ് ഈ വണ്ടി ഓടുന്നത്. നിങ്ങൾക്കറിയാം, ഈ വണ്ടി വളരെ വ്യക്തമായ ശരിയായിട്ടുള്ള ഒരു ആസൂത്രണത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് വാട്ടർ മെട്രോയുടെ പ്രവേശനം. അവിടെയാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലൂടെ കടന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ മെട്രോയിലുള്ള പോലെ തന്നെ വണ്ടികളൊക്കെ മെട്രോയുടെ വണ്ടികളിലുള്ള പോലെ തന്നെ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീറ്റുകളൊക്കെ വളരെ മനോഹരമായുള്ള സീറ്റുകളാണ്. മെട്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സീറ്റുകൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്ന വലിയ ക്ലാസ്സാണ്. വലിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യഥേഷ്ടം കാഴ്ചകൾ കാണുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാൻ ഒരു പ്രശ്നവുമില്ല. നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ IT ജോലിയുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്ന് യാത്ര ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം ഒരു സഞ്ചാരി എന്ന നിലയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാഴ്ചകൾ കാണാൻ നമ്മൾ ഏകദേശം സീറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അധികം എല്ലാവർക്കും അങ്ങനെ സീറ്റ് നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സീറ്റ് കിട്ടത്തി അതിലിരിക്കുക എന്നുള്ളത് ആദ്യമായി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ചെറിയൊരു അബദ്ധം ഇതിനകത്തുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ ഒരു സീറ്റിൽ ഇരിക്കണം. ചെല്ലുമ്പോൾ നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ സീറ്റ് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇതിന് ശേഷവും ആളുകളെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് നിൽക്കാം. നമ്മൾ ആദ്യം തന്നെ കാണിച്ച് കുറച്ച് പേർക്ക് നിൽക്കാനുള്ള പെർമിഷനും കൂടി ഉള്ളതാണ് ഈ ബോട്ടിന്. അപ്പോൾ ഇതൊരു ഫെറി സർവീസായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് പേരുകൾ സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് പവർ സോക്കറ്റുകൾ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കണക്ട് ചെയ്ത് USB ചാർജ് കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻട്രലൈസ്ഡ് AC ആണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്ലാസ് ആണെങ്കിൽ കൂടി നമുക്കൊരു AC ഉള്ള നല്ല കൂളിങ്ങുള്ള ഒരു ക്യാബിനാണ് ഇതുള്ളത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ബോട്ട് നമുക്ക് പുറകിലാണ് കിടക്കുന്നത്. വണ്ടി ഏകദേശം എടുക്കുകയാണ്. ബോട്ടിൻ്റെ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബോട്ടിന് ചെറിയ ചലനമൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബോട്ട് പുറകോട്ട് തിരിച്ചിട്ടാണ് വട്ടം കറക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇരിക്കുന്നവൻ നമ്മൾ അപ്പുറത്തെ സൈഡ് കണ്ടിരുന്നവരെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞാവും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അബദ്ധം എന്ന് പറയുന്നത്. തിരിഞ്ഞ വണ്ടി ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ബോട്ട് തിരിക്കുന്നത്. തിരിഞ്ഞല്ല വണ്ടി കണ്ടിരുന്നത്, നേരെയാണ് ഇനിയിപ്പം പോകുന്നത്. നമ്മൾ ഈ സൈഡ് ചേർന്ന്, അതായത് വൈറ്റ്ല ഹബിൻ്റെ സൈഡ് ചേർന്ന് ഇതും ആ വഴിയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ യാത്ര അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചുഴി പോലെയൊക്കെ ചുഴിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് പോവുകയാണ് വണ്ടി. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇനി മുന്നോട്ട് കാണാനുള്ളത്. കാരണം വളരെ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് യാതൊരു തടസ്സവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതാണ് നമ്മൾ പോകുന്ന ഹാർബർ എന്നല്ലെങ്കിൽ അവിടുത്തെ ഒരു ടെർമിനൽ എന്നാണ് പറയുന്നത്. ആ ടെർമിനലിൽ നിന്ന് നമ്മൾ തിരിച്ച് പോകുന്ന പോലെയാണ്, പുറകോട്ടാണ് പോകുന്നത്. ആ പുറകോട്ട് ഇനി അത് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് വട്ടം കറങ്ങി നമ്മൾ തിരിച്ച് കാക്കനാടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതിലെയാണ് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. നമുക്കവിടെ നിന്ന് കാഴ്ചകൾ കാണാനുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏകദേശം ആളുകളൊക്കെ എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാൻ തുടങ്ങി. കാരണം ഓൾറെഡി വണ്ടി എടുത്തു, അതുകൊണ്ട് വലിയ തിരക്കില്ലെന്ന്.
അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം. നമുക്ക് ഇത്രയും വലിയ ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് ഫ്രണ്ടിലെ ക്യാപ്റ്റൻ്റെ വലത് സൈഡ് തിരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാഴ്ച നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവിടെ ഒരു വാതിൽ പോലെ ഉണ്ട്, നമുക്ക് ആ സൈഡിൽ കൂടെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബോട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കാണാനൊക്കെ രീതിയിൽ ചെറിയ വില്ലനായിട്ട് ആ മുകളിലെ ക്യാപ്റ്റൻ്റെ ഡോറ് നിൽക്കുന്നുണ്ട്. അത് വന്ന് അടയുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് വില്ലനാകുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് കാണാമല്ലോ. ഇതാ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കാഴ്ചയെ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ബോട്ട് മുന്നോട്ട് പോവുകയാണ്. കാക്കനാട് ലക്ഷ്യമാക്കി നമ്മൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അകത്തോട്ട് നോക്കി കാണാം, എല്ലായിടത്തും നല്ല കാഴ്ചകളാണ്. ചുറ്റും ഒരു ദിവസം നമുക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയി പോയാൽ ഒരു ദിവസം വളരെ മനോഹരമായിട്ട് കാണുവാൻ പറ്റുന്ന ഒരു കാഴ്ച ഇതിനകത്തുണ്ട്. നിങ്ങൾക്കത് കാണാനായിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ശേഷം വൈൽഡിലെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പുറത്തെ വലത് സൈഡിലും നല്ല കാഴ്ചകളാണ്. അരൂർ ഭാഗമൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ആ ഭാഗമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതിലെ കടന്നു പോകേണ്ടതാണ്. ഒരു കൊച്ചിക്കാരനല്ല കേരളക്കാരൻ എന്ന നിലയിൽ നമ്മളിവിടെ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാഴ്ച കാണാൻ മാത്രമുള്ള ഭംഗിയുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല കാഴ്ചകൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് കണ്ടറിയാമല്ലോ, കൃത്യമായിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ്. രണ്ട് സൈഡിലും കരയാണ്. ഈ രണ്ട് സൈഡിലും കരയിൽ കൂടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കൊച്ചി എന്ന സ്ഥലം നിരവധി തടാകങ്ങളും കായൽ കയറി കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉള്ളതാണ്. വളരെ മനോഹരമാണ് കൊച്ചി എന്ന സ്ഥലം. നമുക്കറിയാം ഇതാണ് മുകളിലൂടെയാണ് നമ്മുടെ പാലം കടന്നു പോകുന്നത്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ കടന്നു പോകാനായിട്ട്. നിങ്ങൾക്ക് കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കൊച്ചിയിലത്തെ ഒരു ദിവസത്തേക്ക് വരുന്നവർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന ഒരു യാത്രയാണിത്. നിങ്ങൾക്ക് അരൂർ വഴി മറ്റേ വൈൽഡിലേക്കുള്ള വഴികളുള്ള ഭാഗമാണത്. കടന്നു പോവുകയാണ് നമ്മൾ. വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി കടന്നു പോകുന്നത്. നമുക്ക് കാഴ്ചകളൊക്കെ കൃത്യമായിട്ട് കണ്ട് പോകാനായിട്ട് ഉള്ള രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. എല്ലാ കുട്ടികളൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നോക്കുമ്പോൾ ഒരു ട്രെയിൻ കടന്നു പോവുകയാണ്. നമ്മൾ ഭാഗ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു ട്രെയിൻ, മെമു ആണ്, കടന്നു പോവുകയാണ്. ചെറിയ ട്രെയിനാണ് എങ്കിൽ കൂടി നമ്മൾ സൗത്ത് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ നമ്മളതാ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് അത് ആ കാഴ്ച കൂടി കാണാനായിട്ട് അടുത്ത ഗട്ടറിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത യാത്രയാണ്. ഞാൻ അധികം നേരം യാത്രയുടെ വിവരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി അല്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് യാത്ര മുന്നോട്ട് കാണാവുന്നതാണ്. ഓക്കെ.